പിയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വെൽവെറ്റിന്റെ തുണി കൊണ്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ടോപ്പ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.25 മീറ്റർ തുണി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം വെൽവെറ്റിന്റെ തുണിക്ക് അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും. കണ്ടില്ലേ, ഇതിപ്പോൾ ആകെ 1.25 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം പണം മുടക്കാതെ ഒരു ടോപ്പ്, അതായത് 2 മീറ്റർ ഒക്കെ വാങ്ങിക്കാതെ 1.25 മീറ്റർ കൊണ്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ തുണി വിടർത്തി. ആദ്യമേ നമുക്ക് ഈ രണ്ടറ്റും തമ്മിൽ കൂട്ടി എടുക്കാം. ഇപ്പൊ തന്നെ വീതി നിങ്ങൾ നോക്കി കണ്ടില്ലേ, അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊക്കെ ആണെങ്കിലും 1.25 മീറ്റർ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ വീണ്ടും ഇതുപോലെ രണ്ടാക്കി മടക്കിയെടുത്തു. ഇതുപോലെ തുണിയിട്ടു. അപ്പൊ നമ്മുടെ തുണി ഇതുപോലെ 4ആക്കി മടക്കിയിട്ടു. ഇനി നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തേണ്ടത് ഇതിന്റെ ലെങ്ത് ആണ്. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഞാൻ ലെങ്ത് താഴത്തേക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെങ്ത്തിനെ കൂടി നമുക്ക് 1.5 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് വേണ്ടത്. അടിഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് മടക്കിയടിക്കുവാനും പിന്നെ ഷോൾഡർ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും. അപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ ഇറക്കം 40 ഇഞ്ചാണ്. ഞാൻ അതിനെ കൂടി 1.5 ഇഞ്ച് കൂട്ടി 41.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ആണ്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനപ്പോൾ 7 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോള് 6.5 ഇഞ്ച്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് ലൈൻ വരക്കാം. അതിനുശേഷം ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് 36 ആണ്. അപ്പോൾ 36ൻ്റെ കാലിൽ ഒരു ഭാഗം, അപ്പോൾ 9 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്. അതിന് കൂടിയും നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നല്ല വണ്ണമുള്ള ഒരാളാണെങ്കിലും നമുക്ക് ഏകദേശം ഇത്രയും ഒരു 14 ഇഞ്ചോളം നമുക്ക് കിട്ടും. നമുക്ക് സ്ലീവ് താഴത്തെ ഈ ഭാഗത്ത് നിന്ന് സ്ലീവ് കിട്ടും. ഇപ്പോൾ ലെങ്ത്ത് ഇത്രയും വരെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇത്രയും ഭാഗം തുണി ബാക്കിയുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവ് കിട്ടും. സൈഡ് കിട്ടാതെ നമുക്ക് താഴെ ഭാഗത്തു നിന്നും സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനപ്പോൾ ചെസ്റ്റ് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ എഡ്ജിൽ നിന്ന് ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ നന്നായിട്ട് കുഴിച്ച് വരക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ നന്നായിട്ട് കുഴിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ആം ഹോൾ വരച്ചെടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഷേപ്പ് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. ഇനി വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ വണ്ണം 8 ഇഞ്ച്. അതിന് കൂടിയും ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടു. 10 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഈ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 20 ഇഞ്ചാണ്. ഇതിൻ്റെ വിഡ്ത്ത് 8 ഇഞ്ച്. 8നെ കൂടി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് വിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമുക്കിവിടെ ആകെ 1 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ, അതായത് സീം അലവൻസ് ആയിട്ട്. നമ്മൾ ഈ ഭാഗത്ത് 2 ഇഞ്ച് എടുത്തു, അതായത് ഷേപ്പിൻ്റെ അവിടെ 2 ഇഞ്ച് എടുത്തു, ചെസ്റ്റിൻ്റെ അവിടെയും 2 ഇഞ്ച് എടുത്തു. സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് വെറും 1 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി. അപ്പോൾ ഞാനപ്പോൾ 9 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴത്തെ വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഞാൻ 10 ഇഞ്ച്, ടോട്ടൽ 20 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അവിടെയും നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് അടിഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്കെയിൽ കൊണ്ടിട്ട് നമ്മുടെ സ്ലിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. സ്കെയിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റ് ഒരു ലൈൻ സ്ലിറ്റിലേക്ക് വരക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ്, നമ്മുടെ ഷേപ്പ്, പിന്നെ സ്ലിറ്റിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം.
ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഇതേ അളവ് വെച്ചിട്ട് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനപ്പോൾ ഇന്ന് ലൈനിങ് ഇടുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തെടുക്കും. ഞാൻ ആം ഹോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ഇതാ ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചാൽ മാത്രം മതി. ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ പാടില്ല. ഈ ഭാഗത്തുനിന്ന് ഇതാ ഇങ്ങോട്ടേക്കായിരിക്കണം ഒരു 1/2 ഇഞ്ചിൽ കുഴിക്കേണ്ടത്. അപ്പോൾ ആം ഹോളും കുഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിത് എവിടെയാണ് അടിച്ചു നിർത്തേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ തുണിയെല്ലാം കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കട്ടിങ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം. മടക്കി വെക്കുന്നതിന് മുൻപ് നെക്ക് ഡിസൈൻ കൂടി ചെയ്യണം. നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ഇതുപോലെ കറക്റ്റായിട്ടിട്ടു. അപ്പോൾ ഞാൻ ആദ്യമേ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ്. കറക്റ്റ് ലെവലിൽ തുണി ഇതുപോലെ ഇടണം. അപ്പോൾ ഞാൻ ഇന്ന് റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി നെക്ക് ഡിസൈൻസ് ഇതിന് മുൻപിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലെ നെക്ക് വീതി മാർക്ക് ചെയ്യാം. നെക്ക് വീതി ഞാനിപ്പോൾ 3 ഇഞ്ചാണ് നെക്ക് വീതി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെക്ക് നന്നായിട്ട് വൈഡായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.25 ഇഞ്ച് എടുത്താൽ മതി. നന്നായിട്ട് വൈഡ് ആവണം എന്നുള്ളൊരു മാത്രം 3 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് നമ്മളിതിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഈ ഭാഗത്തു നിന്നും ഞാൻ 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇപ്പോൾ ചിലവർക്കൊക്കെ നെക്ക് നന്നായിട്ട് വൈഡ് ആവുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ 2.25 കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത് തയ്ച്ച് കഴിയുമ്പോൾ ഒരു 1/4 ഇഞ്ച് കൂടി നമുക്ക് തയ്യൽ തുമ്പ് അവിടെ പോകും. അപ്പോൾ നെക്ക് ഒന്നും കൂടി വൈഡായി പോകും. അപ്പോൾ വൈഡ് ഇഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്യുക. നന്നായിട്ട് നമുക്ക് ഇതുപോലെ കുഴിച്ച് നെക്ക് വരക്കാം. ഇതും കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തു. ഞാൻ ബാക്ക് നെക്കും സെയിം ഇതേ മോഡൽ തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ 4 ഇഞ്ചാണ് ഇറക്കിയിരിക്കുന്നത്. ഞാൻ ബാക്ക് നെക്കും കട്ട് ചെയ്തു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണിയിൽ നിന്നാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും തുണി എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത്രയും ലെങ്ത്ത് സ്ലീവിന് എടുക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് ഒരു 1 ഇഞ്ച് സീം അലവൻസ് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാനും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു 11.5 ഇഞ്ചോളം സ്ലീവ് ലെങ്ത് ആയിട്ട് ഉണ്ടാവും. നമ്മുടെ കൈയിൻ്റെ ഏകദേശം ഈ ഭാഗത്തോളം നമുക്ക് ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ മുകൾ ഭാഗത്തെ വണ്ണം വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മുകൾ ഭാഗത്തെ കൈവണ്ണം ടോട്ടൽ വണ്ണം 16 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 8 ഇഞ്ച്. അതിന് കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 10 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി താഴത്തെ വണ്ണം നമുക്ക് വളരെ കുറവായിരിക്കും. 4 ഇഞ്ചാണ് അതിൻ്റെ വണ്ണം. അതിന് കൂടി ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഈ മുകൾ ഭാഗത്തെ ഈ വണ്ണത്തിൽ നിന്നാണ് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആം ഹോള് 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഈ ലെങ്ത്തിൽ നിന്ന് ഈ ആം ഹോളിലേക്ക് ഇതുപോലെ നന്നായിട്ട് കുഴിച്ച് വരച്ചെടുത്തു. ഇതുപോലെ കുഴിച്ച് വരച്ചെടുത്തു. ഇനി നമുക്കിത് ഒന്നും കൂടി ഒരു 1/2 ഇഞ്ചും കൂടി താഴ്ത്തി ഇതുപോലെ കുഴിച്ച് ആ പോയിന്റിലേക്ക് ഇതുപോലെ എത്തിച്ചു കൊടുക്കാം. ഇനി അത് ഈ താഴത്തെ വണ്ണത്തിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഈ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് 3/4 സ്ലീവിനൊക്കെ ആകുമ്പോൾ നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുവാൻ പാടില്ല. ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് നമ്മൾ ചുരിബോട്ടത്തിൻ്റെ സൈഡ് ഷേപ്പ് ചെയ്യില്ലേ, അതേ ഒരു ഷേപ്പിലായിരിക്കണം താഴത്തേക്ക് ഇതുപോലെ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ട് ഇവിടെ ഇതുപോലൊരു ആർച്ച് പോലെ ജസ്റ്റ് കർവ് പോലെ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. നമുക്കിത് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോഴും പിന്നെ ആദ്യമേ ഒരു ഇതുപോലെ ഇങ്ങോട്ട് വരച്ചായിരുന്നു റഫായിട്ട്. അതിനുശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി ഇതുപോലെ താഴത്തേക്ക് കുഴിച്ചിട്ട് ആ പോയിന്റിലേക്ക് ഇതുപോലെ കൊണ്ടെത്തിച്ചു. ഇതുപോലെ വേണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് വെച്ച് ഒരു സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ 2 സ്ലീവ് കട്ട് ചെയ്തെടുത്തു. നമുക്കിനി 2 തുണി കൂടി വേണം, അത് നെക്ക് അടിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ക്വയർ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇതുപോലത്തെ 2 സ്ക്വയർ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് നെക്ക് അടിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. താങ്ക് യു.